കളങ്കാവൽ, മമ്മൂട്ടി, മമ്മൂക്ക, വിനായകൻ. ഞാൻ ആക്ച്വലി മമ്മൂക്കയുടെ ഈ ഒരു എന്താ പറയുക നെഗറ്റീവ് ക്യാരക്ടർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പടം കാണാൻ പോയത്. അപ്പോൾ പടം തുടങ്ങിയപ്പം ചെറിയൊരു സ്ലോ ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ പടം മൊത്തം ഇതുപോലെ തന്നെ സ്ലോ ആയിരിക്കുമോ എന്നുള്ളത്. കാരണം വളരെ സിമ്പിളായിട്ട് മമ്മൂട്ടിനെ കാണിക്കുന്നു, പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള സംഭവങ്ങൾ കാണിക്കുന്നു. പക്ഷേ ഇൻ്റർവെല്ലിൽ കൊണ്ടുപോയിട്ട് ഒരു ബോംബങ്ങ് ഇടുന്നുണ്ട്. ആ ബോംബ് പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം അങ്ങ് കണ്ടിന്യൂ ആകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇൻ്റർവെല്ലിന് ശേഷം കുറച്ചൊരു ലെങ്ത് ഫീൽ ആകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കിഡിലനായിട്ട് മമ്മൂക്കയും അതേപോലെ തന്നെ വിനായകനും പെർഫോം ചെയ്തിട്ടുണ്ട്. വിനായകൻ മമ്മൂക്ക എന്ന് ഇവർ രണ്ടാളും ആ സ്ക്രീനിൽ വരുമ്പോൾ പ്രസൻസ് ഈസ് ലൈക്ക് വേ ഡിഫറെൻറ്റ്. ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽ ആയിരിക്കുന്നത്. സത്യം പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ മൈൻഡിൽ വന്നത് ഇങ്ങനത്തെ ക്യാരക്ടർ മമ്മൂക്കക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടിയത് ഈ പടം കണ്ടപ്പം. കാരണം ഒരു സീരിയൽ കില്ലറിൻ്റെ, അതായത് വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഇത്. ഒരു സീരിയൽ കില്ലറായിട്ടാണ് മമ്മൂക്ക ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ പടം കിടിലനാണ്, തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. സസ്പെൻസൊക്കെ അടിപൊളിയാണ്. ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഫീല് നമ്മൾ ത്രൂ ഔട്ട് പടത്തിൽ തോന്നും. പക്ഷെ അതും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിഗ്രറ്റ് ചെയ്യില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാവ് ഫാക്ടറും എനിക്ക് നന്നായിട്ട് ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ കളങ്കാവൽ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും തിയേറ്ററിൽ തന്നെ കണ്ടോളൂ.